സെൽഫി എടുക്കോ? ഓക്കേ, നമുക്കിനി ഇത് എടുക്കാം. സാറേ എന്താണ് നമ്മളെ കണ്ടേ? അതെ നോക്കിയേ, ഞാനും കണ്ടപ്പോ ഞാനില്ലാണ്ട് സെൽഫിയാ. തിരിക്കണോട്ടാ. അതെ, ഒരു ഗുഡ് ഐഡിയ. നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴേ പ്രൊട്ടക്ഷൻ കേരള രണ്ടുപേര്. അപ്പൊ ഒരു കളർ കിട്ടി. കളറല്ലേ ഒരു മൂടാവുള്ളൂ. അപ്പൊ മാവേലി എന്നെ പറ വരട്ടെ ചോദിക്കും, അല്ലെങ്കിൽ ഞാൻ ചോദിക്കാം. അതെ പോരുന്നു എന്റെ കൂടെ? അല്ല മാവേലി പറ, മാവേലി ചോദിക്ക്. പോരുന്നോ എന്റെ കൂടെ? ഇന്ന് ഞാൻ പൊളിച്ചാണ് അടിച്ചു കയറി. വാ വാ. Let me hear it, won't you tell me what you're going through? Whisper softly now, my world will come and comfort you. ഇത് നോക്കിയേ, എസ്കോർട്ട് രണ്ട് പോലീസ് കൂടെ ഒരു കളർ. അതാണ്. അതെ അവിടെ ഇത് കണ്ടോ? എന്നോ ബ്യൂട്ടി. What a beautiful mic. ഈ ആംബിയൻസിലേ ട്രെൻഡിങ്ങിൽ നമ്പർ 1 വൈറലായിട്ട് ഒരു പാട്ടുണ്ട്. അതിന്റെ രണ്ടുപേരും എടുത്ത് നമുക്ക് ഡാൻസ് ചെയ്താലോ? പാട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ ആ പാട്ടൊന്നും കൊടപിടിക്കാനാ? റെഡി മ്യൂസിക്. పిల్లగా ఎంకటేష్ చూడకపోతుంటావో కానకపోతుంటావో నా పిల్లగా ఎంకటేష్ చూడకపోతుంటావో కానకపోతుంటావో. ഇതാണ് ചായക്കട. ചായ 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 ഉണ്ടോ? ഒരു 4 ഊള ചായ. അല്ല നല്ല ചായ. I keep my eye on the prize, I keep my gears at the drive. Homie, I wake up and grind, momentum all on my side. നമ്മളിപ്പോ ഏതിക്കടെ നടക്കണേന്ന് അറിയോ? തമ്മനത്തുനിന്ന് കടവന്തരക്കുള്ള റൂട്ടാണിത്. നാട് റോട്ടിക്കടെയാണ് നമ്മളിപ്പോ നടക്കണത്. ഇടിച്ചിട്ട് അറ്റ പോക്ക് പോകാൻ പറ്റും. നീ അവിടെ നിന്ന് എന്തൊക്കെയായിരുന്നു? പോലീസ് എസ്കോർട്ട് കളറ് എല്ലാം പോയില്ലേ? പിന്നെ അവര് പോവില്ലേ? അവർക്ക് പണിയില്ലേ? അങ്ങോട്ട് നോക്കി ചായക്കടാ. ഒരേ ചായ കുടിച്ചു കഴിഞ്ഞാൽ മാവല് ദേഷ്യമൊക്കെ ഒരു മാറും. ബോണ്ടിണ്ട് എന്റെ ഫേവറേറ്റ്. കൊതിയായിട്ടോ അതെന്താ? അതുണ്ടാ മാവേലിക്കൊന്നും അറിയില്ല മണ്ടൻ. എന്താ ഉദ്ദേശം?
ബോണ്ട കഴിക്കാം അല്ലാണ്ട് എന്ത്? ആണോ? എന്ത് ചായ കുടിക്കാം? 2 ചായ പോരെ? 2 സ്ട്രോങ് ചായ, 1 വിത്തൗട്ട്. അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, എന്താ നിന്റെ ഉദ്ദേശം? ഒന്നുമില്ല. ഇന്നലെ ബ്രോഡ്വേ മുഴുവൻ നീ ചുറ്റിച്ചു, ആ മാർക്കറ്റ് മുഴുവൻ തെണ്ടി നടത്തിച്ചു, എന്റെ കൈകാലുകൾക്ക് മുഴുവൻ വേദനിച്ചു, എന്റെ വയറ് കുറച്ച് കഴിച്ചാൽ എന്റെ കണ്ടുപിടിച്ച് മുഴുവൻ പോയി. അതെ മാവേലി, നിങ്ങൾ അങ്ങനെ പറയരുത്. ഇന്നലെ നിങ്ങൾ ബ്രോഡ്വേ കണ്ടില്ലേ? കണ്ടല്ല? മാർക്കറ്റ് കണ്ടല്ല? ആ കണ്ടു. അവിടുത്തെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. സാധാരണക്കാരന്റെ വിഷമം മനസ്സിലാക്കണ്ടേ? മുഴുവൻ വരുന്ന നമ്മളിപ്പോ ഏകദേശം ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇവിടെ ആരോടെങ്കിലും ചോദിക്കാം. തൽക്കാലം 2 മുട്ട ബജി കഴിച്ചിട്ട് ചോദിക്കാം. മുട്ട ബജി കഴിച്ചാലേ ചോദിക്കാൻ ഒരു ഉഷാറുണ്ടാവുള്ളൂ. മുട്ട ബജർ കൂടെ ചായ കുടിച്ച് എന്താ ഉഷാറെന്ന് അറിയോ? മാവേലി പശുവിനെ കറക്കണാണ്. അതാണ് നോക്കി കണ്ട, ഇങ്ങനെയാണ് കറക്കുമ്പോ പാൽ അകടി നിറ്റിട്ട് വീഴുന്നത്. കണ്ട? ഓ മുട്ട ബജി പകുതി മുട്ട ഉള്ള ചീഞ്ഞ മുട്ട. ചുമ്മാ പറഞ്ഞതാ, നല്ല മുട്ട. മാവേലി ഒരു മുട്ട ചോദിച്ചോ? മുട്ട ചോദിച്ചോണ പറ. ഓ ചായക്ക് ഭയങ്കര ചൂട്. ഓ നീ ചായ കുടിച്ചോണ്ടിരിക്കാണ്, കാര്യം ചോദിക്ക്. ചോദിക്കാം, ഞാൻ ചോദിക്കാം. ചേട്ടാ, ഇവിടെ അടുത്തേ സ്വിമ്മിംഗ് പൂളൊക്കെ ഉള്ള 4 ബെഡ്റൂമുള്ള 2 നില വീടേ എവിടെയാ? എന്താ അറിയോ? ആണല്ലേ? ഞാൻ പറഞ്ഞില്ലേ? ഞാൻ പറയൂ, ചായ ഒന്ന് കുടിച്ചേട്ടെ. ഓക്കെ ചേട്ടാ, താങ്ക് യു ചേട്ടാ. ചുണ്ട് പൊള്ളി പോകുന്നൊരു സംഭവം. അല്ല മാവേലി, നിങ്ങളുടെ ഈ കുണുക്ക് എപ്പോഴും നിൽക്കുന്നേ ഇങ്ങനെയാണോ? അതേപോലെ ഒന്നും പറഞ്ഞ നഷ്ടപ്പെട്ടു ഇതെന്നെ വീട്. അതെ അവിടെ അഡ്രസ്സോ? ചാലയിൽ. ചോദിച്ചു നോക്കാം. മുട്ടുവിൻ തുറക്കപ്പെടുന്ന ആളല്ലോ. തുറക്കാൻ നല്ല ബുദ്ധിമുട്ടാ. വാ ഒന്ന് ചോദിച്ചു നോക്കാം. അതെ കാര്യങ്ങൾ ഞാൻ ഡീൽ ചെയ്തു. അതെ കൊച്ചിയാണ്. മാവേലി ചോദിച്ചാൽ ചിലപ്പോ അവർക്ക് അംഗീകരിക്കാൻ പറ്റിയെന്ന്. അതെ ഇതെന്താന്നറിയോ? ഇതാണ് കോളിംഗ് ബെൽ. ഇവിടെ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അകത്ത് നടിക്കും. അപ്പൊ ഉറങ്ങണ ആളൂര് എണീറ്റ് വരും. അവിടെ എങ്ങനെ സ്വർഗരായത്തില്? സ്വർഗരായത്തില്ല എന്ന് വിളിച്ച ഓടി വരും. ഇവിടെ ആണെങ്കിലേ നല്ല ഇടി. ഒരിക്കൽ വിളിച്ച ഒരാള് വരും, 2 ആള് വരും, 3-4 ആള് വരും. ഇവിടെ 1 പ്രാവശ്യം കൂയിന്ന് പറഞ്ഞാൽ 1 ഇടി കിട്ടും. 2 പ്രാവശ്യം കൂക്കി കഴിഞ്ഞാൽ 2 ഇടി കിട്ടും. 3 പ്രാവശ്യം കൂക്കി കഴിഞ്ഞാൽ 5-6 ഇടി കിട്ടും. അതുകൊണ്ട് മുണ്ടാണ്ടിരുന്നു. അപ്പോഴല്ലേ നിങ്ങളുടെ വിശ്വരവും പുറത്തു വന്നു. മാവേലിയാണോ ഒരു മാവേലി? ഹലോ, മമ്മൂട്ടിയുടെ യൂപ്പ. ഇതാണ് മാവേലി. ഞാനോടത്ത് രാജാവിന്റെ വേഷത്തിലുള്ള പുതുകാരായിരിക്കും. എന്താണ് മാവേലി കൊടക്കമ്പി വെച്ച് കുത്തണ? അകത്തേക്ക് വാ. കൊട പാവം അറിയില്ല, അതുകൊണ്ടാട്ടാ കൊട പുറത്ത് വെക്കുന്നത്. വാ, അവിടെ ആരും അടിച്ചിട്ട് പോവില്ല. ഓരോ സെക്കൻഡ് ഹാൻഡ് കൂടെ ആയിട്ട് വന്നോളൂ. വാ ഇരിക്കും. വാ, സ്വന്തം വീട് പോലെ കരുതിയിരുന്നോളൂ. ഇതാരെന്ന് മനസ്സിലായില്ല? ഇതാരായി നട്ടുച്ചക്ക്? മനസ്സിലായില്ല? ഇല്ല. ഒന്ന് ചിരിച്ചേ. വേണ്ട, നിർത്തിക്കോ. മനസ്സിലായില്ല. സൂക്ഷിച്ചു നോക്കൂ. നിങ്ങൾ എന്ത് മനുഷ്യനാണെന്ന്. ഈ നാട്ടുകാരാണ് നിങ്ങള്? അതെ. എന്താ പേര് പറഞ്ഞേ? എന്റെ പേര് ജാഫർ. അത് എന്താ ഇഷ്ടായില്ലേ? അതെ ജാഫർക്ക. അദ്ദേഹം ആരാണെന്ന് മനസ്സിലായില്ല അല്ലേ? നിങ്ങൾ ഈ ഓണം എന്ന് കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ ഉത്സവം, കേരളോത്സവം. ആ ഓണത്തിന് കൊടയും പിടിച്ച് കൊടവരും ചാടിച്ചു വരുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ? എല്ലാ വർഷവും പുള്ളി വരാറുണ്ട്. ആ ആളാണിത്. ഉദ്ദേശിച്ചത് മാവേലിനാണ്. ഇരിക്കുന്ന മഹാനാണിത്. ഇതാണ് മാവേലി. അതാണ് ഇരിക്കണേന്ന്. ഓ, ഞാൻ കണ്ടേക്കണ മാവേലി ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെയാണ്? കുംഭ പോലത്തെ വയറും ചുണ്ടൻ വള്ളം പോലത്തെ മീശയും വെച്ച് അങ്ങനെയുള്ള ഒരാളെ ആണല്ലോ നമ്മൾ മാവേലി എന്ന് പറയുന്നത്. അതല്ല ഞാൻ വന്നേറിയപ്പോ പറഞ്ഞത് മാവേലി മാവേലിന്ന്. അപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഞാനെന്തോ ഫാൻസി ഡ്രസ്സിൽ വരുന്ന പിരിവാരാണെന്ന് പറഞ്ഞോടത്തെ. ഞാൻ അവിടെ നിങ്ങോട്ട് വരുമ്പോ ശരിക്കും ഞാൻ വരേണ്ടത് മറ്റന്നാളായിരുന്നു. പെട്ടെന്ന് ഒരു വത്സൻ ബലം കൊണ്ട് എന്നെ വിളിച്ചതാണ്. അതുകൊണ്ട് ഷേവ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങക്ക് പറ്റിയ കൂട്ടാ. സമയം കിട്ടി. പക്ഷെ മുഴുകാൻ കൊള്ളാം. മാവേലിക്ക് പ്രശ്നങ്ങളാണ്. ഇവിടുത്തെ നിയമങ്ങളെ ഡെയിലി അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. പറഞ്ഞെടുക്കും മാവേലി. ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത്
കുംഭ കാണിക്കാൻ വേണ്ടി മേൽവസ്ത്രമില്ലാതെ പബ്ലിക്കിന്റെ ഇടയിൽ വന്നാൽ അത് സെക്സ് ഓറിയന്റഡ് ആണ് എന്ന് complaint ഉണ്ട്. മാവേലി സെക്സിന്റെ ആളാണല്ലേ. പിന്നല്ലാണ്ട്. രണ്ടാമത്തത് ഒരു പൂണൂൽധാരിയാണ്. പൂണൂൽ കണ്ടു കഴിഞ്ഞാല് അത് ജാതി ചിന്തയെ ഉണർത്തും എന്നൊരു കംപ്ലൈന്റ് വേറെയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ വരാമെന്ന് നോം തീരുമാനിച്ചത്. അപ്പോ വരവിന്റെ ഉദ്ദേശം എന്താ മാവേലി? പറഞ്ഞു കൊടുക്കുന്നു. എന്നോട് പറയാനാ. അതായത് വേറൊന്നുമില്ല, ജാഫർക്ക നിങ്ങൾ ഭാഗ്യവാനാണ്. നിങ്ങൾക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നത്. എന്താണെന്നറിയോ, ഈ ഓണത്തിന് മാവേലി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. മാവേലി ഒരു വരം കൊടുക്കുമെന്ന് പറഞ്ഞു. ആണോ? വരം ഇത്തവണ പുള്ളി ഭൂമിയിലേക്ക് വരുമ്പോ 10 പേരെ നറുക്കിട്ടെടുത്ത് ഒരു പ്രൈസ്, ഒരു സമ്മാനം പ്ലാൻ ചെയ്താ നിങ്ങളാണ് ആദ്യത്തെ ഭാഗ്യം. മൊബൈൽ കമ്പനിക്കാരെ ടൈപ്പായിട്ട് നറുക്കിട്ടപ്പോ നിങ്ങൾക്കാണ് ഫസ്റ്റ് പ്രൈസ്. ഓ ശരിക്കും? മാവേലിക്ക് തുടരേണ്ട കാര്യമൊന്നുമില്ലോ. ആദ്യം വരത്തിലേക്ക് വരാം. വരം എന്താന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത 10 പേർക്കാണ് വരം കൊടുക്കുന്നത്. ആ വരത്തിൽ നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും കിട്ടും. എന്ത് വരാണെങ്കിലും തരുമോ? ചോദിക്കൂ, പറയൂ. എന്ത് വരം വേണമെങ്കിലും തരും മാവേലി. എന്ത് ചോദിച്ചാലും തരുമോ? എനിക്ക് ഒരു വലിയ ആഗ്രഹമുണ്ട്. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു വലിയ സിനിമാ നടനാകാം. നടക്കോ? അതാണ് സ്പിരിച്വൽ കമ്മോഡിറ്റി. എന്തൊരു സ്വകാര്യം പറിച്ചല്? സ്വകാര്യം പറഞ്ഞൊന്നല്ല. അതായത് മാവേലി പറഞ്ഞതെന്ന് വെച്ചാ ഒരു പാലം അങ്ങോട്ടിട്ട ഇങ്ങോട്ട് ഇടണമെന്നാണ് പറഞ്ഞത്. മാവേലിക്ക് ഞാൻ പാലും വലിക്കണോ? വലിച്ചു. അതല്ല, അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമ്മളൊരു പാലം ഇട്ടിരിക്കുന്നു, അങ്ങോട്ടൊരു ആവശ്യം, ഇങ്ങോട്ടൊരു ആവശ്യം. നിങ്ങളെ നമ്പർ 1 ആർട്ടിസ്റ്റ് ആക്കാനുള്ള, നടനാക്കാനുള്ള ഒരു ഗ്രൂപ്പ് ഇവിടെ വന്നിരിക്കും. ഇതാണ് നമ്മളങ്ങ് എടുക്കുക. ഒരു ഉപകാരം മാവേലി നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തിരിച്ചും പ്രത്യുപകാരം അങ്ങോട്ട് ചെയ്യണം. ഇത്ര വലിയ മാവേലിക്ക് ഞാൻ ഉപകാരം ചെയ്യണ? അതായത് മാവേലിക്ക് നിങ്ങളൊരു വരം കൊടുക്കണോന്ന്. വരോ? ഒരു കാര്യം അങ്ങോട്ട് ചെയ്യുമ്പോ ശകലം കാര്യം ഇങ്ങോട്ട് ചെയ്യണം. എന്റെ കിഡ്നിമേണല്ലേ നോട്ടം. പിന്നെ മാവേലിക്ക് എന്തുപകാരാണ് എന്റെ മനുഷ്യത്വപരമായ അതായത് നിങ്ങൾക്ക് തരുന്ന വരം പുള്ളിക്ക് ഒരു വരമായിട്ട് തിരിച്ചു പാലം. അത് തന്നെ. ഓഫ് കോഴ്സ് മാവേലിക്ക് വരം ഞാൻ തരാം. എന്റെ ആഗ്രഹം മാവേലി പൂർത്തീകരിച്ചു തന്നാ മതി. തീർച്ചയായും അത് സാധിച്ചിരിക്കും. അതിനുള്ളത് കൂടിയാണ് എന്റെ ദൗത്യം. എന്ത് വരമാണ് ഞാൻ തരേണ്ടത്? ഇനി ഞാൻ പറയട്ടെ. മാവേലി ആഗ്രഹിക്കുന്ന ഒരു വരം നിങ്ങൾ കൊടുത്താൽ നിങ്ങൾ സിനിമയിലെടുക്കും. ചോദിച്ചു. നിങ്ങളുടെ പേരെന്താണെന്നാ പറഞ്ഞ്? എന്റെ പേര് ജാഫർ എന്നാണ്. അപ്പോ ഈ വീട് എത്ര സെന്റിൽ നിൽക്കുന്നു? മൊത്തം ഒരു 6 സെന്റ് വരും. അതാണ് വേണ്ടത്. എത്ര ബെഡ്റൂം കാണും? 4 ബെഡ്റൂം. എന്താണ് ഇത്ര വലിയ ചിരിക്കാൻ? പിന്നെ ചെറിയൊരു സ്വിമ്മിംഗ് പൂള് ഉണ്ട്. മാവേലി തവണ നേരത്തെ വന്നിരിക്കുന്നത്. കൊച്ചിയിൽ ഒരു 30 ദിവസം ഉണ്ടാവും. അത് കഴിഞ്ഞ് പാതാളത്തിലേക്ക് പോകും. അപ്പൊ ഈ 30 ദിവസത്തിനുള്ളിൽ പുള്ളിക്കും പുള്ള സുഹൃത്തുക്കൾക്കൊന്ന് ചില്ലാവാൻ വേണ്ടി ഒരു പ്രൈവറ്റ് സ്പേസ് വേണം. കൊടുക്കാൻ പറ്റുമോ? ഇത്തവണ വന്ന മാവേലി പരിഷ്കാരിയാണെന്ന് തോന്നണല്ലേ? അതായത് എന്റെ അപ്പൻ രാമേട്ടൻ പുള്ളിയുടെ അടുത്ത സുഹൃത്താണ്. രാമേട്ടൻ ജീവിച്ചിരിപ്പില്ല. പിന്നെ ജീവിച്ചിരിപ്പുണ്ട് ഇല്ലേ? കാര്യം എന്താന്ന് വെച്ചാല് അപ്പന് ഇടക്കൊന്ന് ചില്ലാവണം, മാവേലിക്ക് ഒന്ന് ചില്ലാവണം. അതിന് പറ്റിയൊരു പ്രൈവറ്റ് സ്പേസ്, അത്രേ ഉള്ളൂ. വേറെ ശല്യം ഒന്നും ഉണ്ടാക്കില്ല. പറഞ്ഞോളൂ. പിന്നെ വേറൊരു കാര്യം, വെള്ളടി, ചീട്ടുകളി, അതുപോലെ മറ്റുള്ള അനാവശ്യമൊന്നും. നമ്മുടെ അപ്പൻ രാമേട്ടൻ എന്ന് പറഞ്ഞാലും മദ്യം കൈകൊണ്ട് തുടച്ചു പോലില്ല. ഞാൻ നേരിട്ടൊന്ന് കാണട്ടെ. പക്ഷെ മാവേലിയുടെ മുഖലക്ഷണം കണ്ടിട്ട് ഒന്നുമില്ല. രാമേട്ടൻ ഇടക്ക് വരും, ചിലപ്പോ മാവേലി വരും, ചിലപ്പോ ഞാൻ വരും. ഞങ്ങൾ വരുമ്പോ ചില്ലാവാൻ കുറച്ചുകൂടി ഒരു പ്രൈവറ്റ് സ്പേസ് നിങ്ങൾ തന്നാൽ നിങ്ങളുടെ ആഗ്രഹം പുള്ളി സാധിച്ചു. അതിനിപ്പോ ഞാനിത് ചെയ്തു തന്ന എന്നെ സിനിമാ നടനാക്കും. തെന്നിന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാറായി നിങ്ങൾ മാറും. രാമനെ ഇവിടെ കൊണ്ടുവന്നാൽ ധൈര്യമായിട്ടാണ് കൈ കൊടുത്തങ്ങള് കൊടുക്ക്. കൈ കൊടുക്ക. ഉറപ്പാണല്ലേ? അദ്ദേഹം രാമൻ വന്നാൽ നിങ്ങളെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 ആർട്ടിസ്റ്റ് ആക്കുന്നുള്ളതിന് ഉറപ്പ്. പറ്റിട്ടുള്ള കളിയാണ്. നോക്കി കണ്ട് കൈ കൊടുക്ക് മാവേലിക്ക്. കൊടുക്ക്. പോയി. ഞാനങ്ങോട്ട് വിശ്വസിക്കാണ്. പറ്റിക്കരുത് കേട്ടോ. രാമന്റെ ഓണം പൊളിച്ചു.